ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടായിരുന്നു രാവിലെ. ഫസ്റ്റ് ഞാൻ ജിമ്മിൽ പോയി. അതിനുശേഷം എനിക്ക് പാരിപ്പള്ളിയിൽ പോകണമായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ദിവസമാണെന്ന്. അപ്പോൾ ആദ്യത്തെ കാര്യം ജിമ്മിൽ തന്നെ പറയാം. നമ്മുടെ ജിം എന്ന് പറയുന്നത് കല്ലുവാതിക്കൽ കാർഡിയോ എന്ന് പറയുന്ന ജിമ്മാണ് കേട്ടോ. ഒരു യൂണിസെക്സ് ജിമ്മാണ്. കിടിലൻ ഫെസിലിറ്റിയാണ് ഇവർ നൽകുന്നത് തന്നെ. നല്ല കിടിലൻ ട്രെയിനിങ് ആണ്. നല്ല ഡയറ്റ് പ്ലാനൊക്കെ പറഞ്ഞു തരും. നമ്മളിവിടെ ഈ സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ലേഡീസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് കുറേ വർക്ക് ചെയ്യുന്നവരാണ്. കുറേ ഹൗസ് വൈഫ്സാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചാണ് അന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പാരിപ്പള്ളിയിൽ അമ്മയുടെ കൂടെ ബാങ്കിൽ പോകണമായിരുന്നു. അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിന് KYC അപ്ഡേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പാരിപ്പള്ളിയിൽ പോയി അമ്മയും മഞ്ഞയും കൂടെ പാരിപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തെടുക്കണമായിരുന്നു. ഇന്ന് കോളേജിൽ പോകണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ കിട്ടിയ അവസരത്തിൽ എന്തായാലും ബാങ്കിലേക്ക് അങ്ങ് പോയി എല്ലാവർക്കും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വിളഞ്ഞ മാങ്ങ 1.5 കിലോ 100 രൂപ എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അച്ചാറിടാനൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ അവിടെ നിന്നു. എന്തായാലും മാങ്ങയൊക്കെ വാങ്ങിച്ചു. ഞാൻ 1 കിലോ വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. 1.5 കിലോ ഒന്നും വാങ്ങിച്ചില്ല. അത് അധികമായി പോയാൽ പിന്നെ ഇരുന്ന് ചീത്തയായി പോകത്തില്ലെന്ന് വെച്ചിട്ട് 1 കിലോ മാങ്ങ വാങ്ങി. അപ്പോൾ നല്ല മാങ്ങയായിരുന്നു. കൊണ്ടുവന്ന് വീട്ടിൽ പിറ്റേന്ന് തന്നെ അച്ചാറിട്ട് വെക്കുകയും ചെയ്തേ. അപ്പോൾ മാങ്ങയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ പോകേണ്ട മഞ്ഞയ്ക്ക് PSCയിൽ ക്ലാസ്സിൽ അവളെ കൊണ്ട് ജോയിൻ ചെയ്യിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഒറ്റ യാത്ര തന്നെ നമ്മളിതെല്ലാം അങ്ങ് തീർത്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും മീൻ കിട്ടുന്ന ഇതുപോലുള്ള ദിവസങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. സാറ്റർഡേ സൺഡേ ഒക്കെ ഒഫീഷ്യലുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെയറസ്റ്റ് ആയിട്ട് വരുന്ന അവധി ദിവസങ്ങളിലൊക്കെ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക്. പിന്നെ മഞ്ഞയെ PSCക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മളവിടെ PSC സെൻറ്ററിലേക്ക് പോയി. നമ്മൾ ചാണക്യ എന്ന് പറയുന്ന പാരിപ്പള്ളിയിലുള്ള ഒരു PSC കോച്ചിങ് സെൻറ്ററിലായിരുന്നു. അമ്മയെ അവൾ അഡ്മിഷൻ എടുത്തപ്പോൾ ഞാനവിടെ പോസ്റ്റായിട്ട് വായി നോക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. പാരിപ്പള്ളിയിലുള്ള ഒരു കുഞ്ഞു കടയിൽ നിന്ന് ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പാരിപ്പള്ളി മാർക്കറ്റ് റോഡാണ് ഇത്. അതുവഴി കയറി ഞങ്ങൾ കുളമട റോഡിന് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് പോയി നമ്മുടെ വീട്ടിലേക്ക് 2 വഴിയേ പോകാം. ഈ കുളമട റോഡ് വഴിയും പോകാം, പിന്നെ പാരിപ്പള്ളി ഹൈവേ വഴിയും പോകാം. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെയുള്ള കടകളിൽ കയറി സാധനമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇതുവഴി വരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു ചിക്കൻ്റെ സ്റ്റോളുണ്ട്. ഇപ്പോൾ കോഴിക്കട. അപ്പോൾ അവിടെ കയറി കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഇപ്പം ഇവിടെയൊക്കെ 110 രൂപയാണ് കേട്ടോ കിലോയ്ക്ക് വില. ചിക്കൻ വാങ്ങി വെച്ചിരുന്ന ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ചിക്കൻ കഴിക്കണമെന്ന് പറയും കുറച്ചെങ്കിലും. അപ്പം വല്ലപ്പോഴും കൂടിയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കുന്നതാണ്. അപ്പം ചിക്കൻ ഓർഡർ കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോഴിയെ കൊല്ലുന്ന ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളതെല്ലാം മറന്നിട്ട് ഞങ്ങൾ വിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ചിക്കൻ എല്ലാം വെട്ടി റെഡിയാക്കി തന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം സപ്ലൈക്കോ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പാവി ചന്ദ്രൻ പാതാളം എന്ന് പറയുന്ന കണക്ക് ഞങ്ങൾ 1:30 സപ്ലൈക്കോ എത്തിയപ്പോൾ അപ്പോഴത്തേക്കും അവർക്ക് അവിടെ അപ്ഡേഷൻ ടൈമാണ്. അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ബില്ലടിക്കുന്ന സംഭവം അതങ്ങ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ട് പിന്നെ നമ്മൾ 2 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട, അരമണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം പറക്കി എടുത്തിട്ട് കുറേ നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബില്ലൊക്കെ അടിച്ച് കിട്ടി. അങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സബ്സിഡി സാധനങ്ങളും കിട്ടും, അല്ലാത്ത സാധനങ്ങളും കിട്ടും. അപ്പം രണ്ടും വാങ്ങിക്കുമല്ലോ. അപ്പം വല്ലപ്പോഴും കൂടിയ പാരിപ്പള്ളിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സപ്ലൈക്കോയിൽ കയറത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മുടെ കല്ലുവാക്കിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ആയിരിക്കും സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് സപ്ലൈക്കോയിൽ നിന്ന് കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സിഡി സാധനങ്ങളൊന്നും അധികമൊന്നും ഇല്ല. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് എന്തായാലും ബില്ലടിക്കാനുള്ള അവസരം ഒന്നും കേട്ടോ. അപ്പോഴത്തേക്കും ബില്ലടിക്കാനായിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ് ഗൈസ്. വിശന്ന് പണ്ടരടങ്ങി നിൽക്കുകയാണ്. കാരണം മണി 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം ബില്ലടിച്ച് സാധനങ്ങളെല്ലാം പറക്കിടാൻ നേരത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ബിഗ് ഷോപ്പർ ഇല്ല. പിന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ കടയിലേക്ക് പോയിട്ട് ബിഗ് ഷോപ്പർ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടേണ്ടി വന്നു. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളക്ഷൻസാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണണേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് സാധനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ബിഗ് ഷോപ്പർ എടുക്കാനാണ് പോയതെങ്കിൽ അവസാനം ബിഗ് ഷോപ്പറിൽ കൊള്ളാത്ത സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ സപ്ലൈക്കോയിൽ കയറിയത്. അപ്പോൾ നമ്മൾ ബിഗ് ഷോപ്പറൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ളതെല്ലാം വാരി കെട്ടി അവിടെ നിന്ന് പിന്നെ ബില്ല് വാങ്ങി തിരിച്ചങ്ങ് ഇറങ്ങിയിട്ട് നമ്മൾ സപ്ലൈക്കോയിൽ വന്ന് സാധനങ്ങളെല്ലാം പറക്കി വെച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് പോകുന്ന ഓട്ടോയിലാണ്. കാരണം ബസ്സിൽ പോകാൻ പറ്റത്തില്ല, ഒരുപാട് സാധനങ്ങളായിപ്പോയി. അങ്ങനെ ഓട്ടോയിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണേ, കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന്. പിന്നെ ഞാനും മഞ്ഞയും കൊണ്ട് അപ്പോൾ ഓടിപ്പോയി ഓട്ടോയിൽ സാധനങ്ങളെല്ലാം വച്ച ശേഷം നമ്മുടെ അവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട്, ഐവ ബേക്കറി എന്ന് പറയാം. ബേക്കറി കയറി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. സാധനം എന്താ വാങ്ങിച്ചത്? സാൻഡ്വിച്ച് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ 4 സാൻഡ്വിച്ചും പിന്നെ പിള്ളേർക്ക് മിഠായിയും തൈരും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പാലും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ജോലിയില്ലാത്ത ദിവസങ്ങളിലായിരിക്കും നമ്മൾ എക്സ്ട്രാ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ വീട്ടിൽ വന്നു, ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി, അത്രയ്ക്ക് വിശപ്പാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.